പോർച്ചുഗൽ ഫാനാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെയായിട്ട് എനിക്കൊരു റൊണാൾഡോയുടെ ജേഴ്സി പോലും ഇല്ല. അങ്ങനെ ദേ ജേഴ്സി വാങ്ങിച്ച് തരാൻ വേണ്ടി ചേട്ടൻ കൊണ്ടുപോയതാണ്. അങ്ങനെ ജേഴ്സിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഈയിടെ കാണിച്ച 50 അടിയുടെ പോർച്ചുഗൽ, അതായത് റൊണാൾഡോയുടെ ഫ്ലെക്സ് കാണുന്നുണ്ട് നമുക്ക്. അങ്ങനെ അതൊക്കെ കണ്ട് രാത്രി ആയതുകൊണ്ട് അധികം എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ആ ഫ്ലെക്സ് ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ സൂക്ഷിച്ച് നോക്കി നമ്മുടെ ലിബിറ്റോസ് ബ്രദേഴ്സിൻ്റെ ഒരു ഫ്ലെക്സും കൂടെ കാണാൻ പറ്റും. അങ്ങനെ രാത്രി ഇതേ നമ്മുടെ റൊണാൾഡോയുടെയും ഒക്കെ കാണാൻ വന്നപ്പോൾ ഇതേ സൈഡിൽ മെസ്സിയുടെ കട്ടൗട്ട് കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പുറത്ത് ഓപ്പോസിറ്റ് നെയ്മറും റൊണാൾഡോ ഒക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇവിടെ മെസ്സിയുടെ കട്ടൗട്ടൊക്കെ കണ്ടതിന് ശേഷം കഴിഞ്ഞ വേൾഡ് കപ്പ് ഞങ്ങൾ വരച്ചാണെന്ന് പറഞ്ഞു. അതെ ഗൈസ്, ചേട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ചേട്ടൻ ആളെ കൊണ്ടുവന്ന് റൊണാൾഡോയുടെ ഫോട്ടോസൊക്കെ വരച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ വന്ന് നമ്മുടെ വാടക്കൽ ബീച്ചിലോട്ടാണ്. ആ രാത്രിയിലത്തെ ചെറു തണുപ്പിൽ ആ ബീച്ചിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് എന്താ അന്തസ്സല്ലേ. ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മളിതേ ടീ ഹബിലോട്ടാണ് വന്നത്. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. അങ്ങനെ ഇതേ നമ്മുടെ കടയുടെ ഓണർ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം 2 ബൂസ്റ്റ് ഓർഡർ ചെയ്ത് നമ്മൾ നേരെ കല്ലിൻ്റെ മണ്ടയിലോട്ടാണ് കയറിയത്. ചേട്ടൻ കയറാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് പേടി, എനിക്ക് അതിന് മണ്ടയിൽ കയറാൻ ഭയങ്കര പേടി. അങ്ങനെ അതിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ നല്ല തണുപ്പത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ചുട്ടുമണി താഴെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തോട്ട് പോയി. ഞാൻ ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് വന്നു. ഇത്രയും നാൾ ആലപ്പുഴക്കാരിയാന്ന് പറഞ്ഞിട്ട് ഞാൻ എതിരായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇതേ നമ്മുടെ ചുട്ടുമണി നമ്മുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി ഇതേ നമ്മൾ ഞണ്ടിനെ തപ്പാൻ ഇറങ്ങുവാണ്. പക്ഷെ ഞണ്ടിനെ തപ്പില്ല. ഞണ്ടിനെ തപ്പാൻ ഞങ്ങളുടെ കൂട്ട് ഒരാളുകൂടെ നമ്മുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. നമ്മളെവിടെ നടക്കുന്നു അവനും നമ്മുടെ പുറകെ കാണുമായിരുന്നു. ഇതേക്കണ്ട. അങ്ങനെ നമ്മുടെ ബൂസ്റ്റ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാ വൈബല്ലേ, ബൂസ്റ്റ് വൈബ്. നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് ആ തണുപ്പത്ത് ഇങ്ങനെ ചൂട് ബൂസ്റ്റ് കുടിക്കുന്ന വൈബ് ഉണ്ടല്ലോ. അങ്ങനെ ബൂസ്റ്റൊക്കെ കുടിച്ചതിന് ശേഷം ചേട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു. വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും മോഹം മൂടിയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ നമ്മൾ ടീ ഹബിനോട് ടാറ്റ പറഞ്ഞ് നേരെ എങ്ങോട്ടാണ് പോയത്, എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ദേ പോകുന്ന വഴി നമ്മുടെ വേറൊരു റൊണാൾഡോ ഫാൻസിൻ്റെ ഫ്ലക്സൊക്കെ കട്ടൗട്ടൊക്കെ കാണിച്ച് തന്നെ. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പോയപ്പോൾ ദേ നമ്മുടെ 3 ടീമും ഇരിപ്പുണ്ട്. ഇവിടെ റൊണാൾഡോ, അവിടെ മെസ്സി, അതിൻ്റെ ഇടയ്ക്ക് നെയ്മർ, മേളിൽ എന്താണ് ഫ്ലാഗ് എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്കും സീ യു ഗൈസ്.